നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് യൂറക്ക ഫോബ്സിൻ്റെ ഒരു വാക്യൂം ക്ലീനറാണ്. യൂറക്ക ഫോബ്സ് ക്വിക്ക് ക്ലീൻ DX ഡ്രൈ വാക്യൂം ക്ലീനർ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിലെ ബിഗ് ബില്യൺ ഡേയ്സിൽ നമ്മൾ വാങ്ങിയിരിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ കവർ. ഈ മുഴുപ്പിലുള്ളൊരു കവറിലാണ് നമുക്ക് വരുന്നത്. ജൂൺ 2022 മാനുഫാക്ചർ ചെയ്തിട്ടുള്ള മോഡലാണ്. 1200 വാട്ട്സാണ് അതിൻ്റെ പവർ. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. എക്സ്റ്റൻഷൻ ട്യൂബ്, ഈസി റിമൂവബിൾ ഫിൽറ്റർ, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമുക്ക് ഇത് ഒന്ന് അൺബോക്സ് ചെയ്യാം. 4299 രൂപ 4299 രൂപയോളം ഇതിന് വിലയുള്ള മോഡലാണ്. നമുക്കിപ്പോൾ ഈ ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ ഓഫറിലാണ് ഇത്ര റേറ്റ് കുറച്ച് കിട്ടുന്നത്. ഇതിൻ്റെ വാറൻറ്റിയുടെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് ബില്ല് എടുത്തു വെക്കാം. കവർ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. യൂറക്ക ഫോബ്സിൻ്റെ വാക്യൂം ക്ലീനർ നമുക്ക് വീട്ടിലെ ഡസ്റ്റ് എല്ലാം ഒഴിവാക്കാനായിട്ട് വളരെ നല്ലൊരു മോഡലാണ്. നമ്മൾ റിവ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു മോഡലായിട്ടാണ് തോന്നിയത്. യൂറക്ക ഫോബ്സാണ് നല്ലൊരു കമ്പനിയായിട്ട് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ്. യൂറക്ക ഫോബ്സിൻ്റെ മോഡൽ എല്ലാവരും നല്ല റിവ്യൂ പറയുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു മോഡൽ എടുത്തേക്കുന്നത്. ഇത് കൂടാതെ ഇതിൻ്റെ താഴെ വേറൊരു മോഡൽ കൂടിയുണ്ട് 1000 വാട്ട്സിൻ്റെ. ഇതൊരു മീഡിയം ക്വാളിറ്റി പ്രോഡക്റ്റ്, 1200 വാട്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് കവറിനകത്തിരിക്കുന്നത്. അതിൻ്റെ ഡസ്റ്റ് ബാഗുകൾ 3 എക്സ്ട്രാ ഉണ്ട്. പ്രോഡക്റ്റിനകത്തുള്ളത് കൂടാണ്ട് 3 നമുക്ക് പിന്നെ ഉപയോഗിക്കാനായിട്ട് ഉണ്ട്. എക്സ്റ്റൻഷൻ ട്യൂബ്, ഇതാണ് എൻ്റെ എക്സ്റ്റൻഷൻ ട്യൂബ്. 1.5 മീറ്ററോളം ലെങ്തുള്ള ഒരു ട്യൂബാണ്. 2 മീറ്ററോളം ഉണ്ട്. 2 മീറ്ററോളം ലെങ്തുള്ള ട്യൂബ്. ഇതിൻ്റെ കണക്ടർ വരുന്നത് ഈ സൈഡിലാണ്. ബാക്കി ഇതിനകത്ത് കവറിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ട്യൂബുകൾ, അതിൻ്റെ എക്സ്റ്റൻഷൻ ട്യൂബ് 2. അത് 2 മാറ്റി വെക്കാം. വേറെ ഉള്ളത് അതിൻ്റെ കണക്ടറുകളാണ്. നമുക്ക് മാറി മാറി ഉപയോഗിക്കാവുന്ന, ഓരോ ഏരിയയിലും ഉപയോഗിക്കാൻ പറ്റുന്ന, അത് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ. അത് നമുക്ക് മാറ്റി വെക്കാം. വേറെ ഇനി എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. അതിനകത്ത് വേറെ ഉള്ളതും അതേപോലെ തന്നെ ചെറിയൊരു മോഡൽ, അതിൻ്റെ ചെറിയൊരു മോഡൽ, ചെറിയ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡലാണ്. ഇനി ഇതിനകത്ത് ഒരെണ്ണം കൂടിയുണ്ട്. അത് അതിൻ്റെ ചെറുത്, കോർണറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സൈഡിലൊരു ചെറിയ ബ്രഷും ഉണ്ട് അതിനകത്ത്. ബ്രഷ് നമുക്കിത് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം. ബ്രഷ് വെച്ചിട്ട് നമുക്കതും കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതും മാറ്റി വെക്കാം. വേറെ നമുക്കിനി ഇതിനകത്തുള്ളത് പ്രോഡക്റ്റ്, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമുക്കതൊന്ന് പുറത്തേക്ക് എടുക്കാം. മാനുവലുണ്ട്, യൂസർ മാനുവൽ. ഇതാണ് ഈ പ്രോഡക്റ്റിൻ്റെ മാനുവൽ. അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. നമുക്കത് വായിച്ച് നോക്കാം. 3 കണക്ടറും ട്യൂബുമാണ് പറയുന്നത്. വാറണ്ടി കാർഡും എല്ലാം മാനുവൽ തന്നെയാണ്. പിന്നെ ബില്ല് നമുക്ക് വാറണ്ടി പർപ്പസിനായിട്ട് ഉപയോഗിക്കാം. കവർ മാറ്റി വെക്കാം. നമുക്ക് പ്രോഡക്റ്റ് എടുക്കാം. ഇങ്ങനെ 2 കവറിലായിട്ടാണ് പ്രോഡക്റ്റ് വരുന്നത്. പുറമേ ഒരു കവർ, അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ. പ്രോഡക്റ്റ് വെളിയിലേക്ക് എടുക്കാം. പ്രോഡക്റ്റിൻ്റെ വെയിറ്റ് നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. 4 കിലോകളൊക്കെ വെയിറ്റ് വരുന്നുണ്ട്. ചെറിയ വീട്ടിലെ ഉപയോഗത്തിനെല്ലാം നമുക്കിത് വളരെ നല്ലൊരു മോഡലാണ്. റിവ്യൂസിലൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ടും നല്ലൊരു മോഡൽ ആണ്. അതിൻ്റെ പവർ റേറ്റിംഗ് ഒക്കെ പുറകിൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. 1200 വാട്ട്സ് സ്റ്റിക്കറിങ് നമുക്ക് കാണാം. 1200 വാട്ട്സ് പവറാണ് അതിൻ്റെ മോട്ടർ. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ ഡസ്റ്റ് ബാഗെല്ലാം ഓപ്പൺ ചെയ്യുന്നത് ഫ്രണ്ട് വശത്താണ്. പുറകിൽ നമുക്ക് പവർ
പവർ കോഡ് 3 മീറ്ററോളം ലെങ്തുള്ള പവർ കോഡാണ്. പവർ കോഡ് നമുക്ക് റിവൈൻഡ് ചെയ്യാനുള്ള സ്വിച്ച് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ റിവൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് കറക്റ്റായില്ല, കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് അത് കയറിപ്പോകും. അപ്പോൾ പുതിയതായതുകൊണ്ടാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ ആയി, അത് ഉള്ളിലേക്കായി. അതതിൻ്റെ പവർ സ്വിച്ചാണ്. ഇതാണ് അതിൻ്റെ പവർ സ്വിച്ച്. കറണ്ടിൽ നമ്മളിപ്പോൾ സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടില്ല, കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഓണാവും. ഫ്രണ്ടിലാണ് നമ്മളതിനെ ഓപ്പൺ ചെയ്ത് ഡസ്റ്റ് ബാഗ് ഫ്രണ്ടിലാണ്. ഡസ്റ്റ് എടുക്കുന്നതെല്ലാം അതിലേക്ക് കൂടിയാണ്. ബാഗ് നമുക്ക് അവിടുന്ന് ഊരിയെടുക്കാം. ബാഗ് ഊരിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗ് അവിടെ പുറകിലേക്ക് വലിച്ചാൽ മതി. പുറകിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഊരിയെടുക്കാം. പുറകിലേക്ക് ഊരിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി 3 ഉണ്ട് വേറെ. ഇതവിടെ ആ കാണുന്നതാണ് അതിൻ്റെ ഒരു ബാഗ് ഇൻഡിക്കേറ്റർ. നിറയുവാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. ബാഗിലത് കാണിക്കും. ഇനി ബാഗ് നമുക്ക് റിമൂവ് ചെയ്യുന്നത് പുറകിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ബാഗ് റിമൂവ് ആവും. ബാഗിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ ക്ലിപ്പുണ്ട്. ക്ലിപ്പ് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തു നിന്നുള്ള ഡസ്റ്റുകളെല്ലാം പുറത്ത് കൊണ്ടുപോയി ഊരി ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. ബാഗ് ഒരെണ്ണം മോശമായി പോയാലും നമുക്ക് 3 അഡീഷണൽ തരുന്നുണ്ട്, നമുക്ക് ഉപയോഗിക്കാം. പിന്നീടും ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല ഇത് മേടിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു. യുറക്ക ഹോപ്സിൻ്റെ കമ്പനി ആയതുകൊണ്ട് കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെ അടച്ചു വെക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ കണക്ടർ കണക്ട് ചെയ്യാം. വെറുതെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഉള്ളിലേക്ക്. പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യണം. തിരിക്കാനൊന്നുമില്ല. നമ്മളങ്ങ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിറ്റായി, കറക്റ്റ് ഫിറ്റായി. ഇനി ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് നോക്കാം. കണക്ടറുകൾ നമുക്ക് ഇതിൻ്റെ അറ്റത്തേക്ക് കണക്ട് ചെയ്യാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അധികം ബലം കൊടുക്കാണ്ട് ചെറുതായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമുക്കിതുപോലെ ഫ്ലോറിൽ ഉപയോഗിക്കാം. റൂമിലെ മുടി ഒക്കെ വീണ് കിടക്കുന്നതും പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചൂല് കൊണ്ടൊന്നും അത് കൃത്യമായിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതേപോലെയുള്ള ഓഫറുള്ള ടൈമിൽ നമുക്ക് അധികം റേറ്റില്ലാണ്ട് തന്നെ ഈ സാധനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ഓണാക്കി നോക്കാം. നല്ലൊരു സൗണ്ട് തന്നെയുണ്ട്. ഓണായി കഴിയുമ്പോഴത്തേക്കും ഇത്രയും സൗണ്ട് വരുന്നുണ്ട്. അത്യാവശ്യം നോയ്സിയാണ്. നമ്മുടെ ഉപയോഗം പോലെ ഇരിക്കും. നമുക്ക് ഉപയോഗിക്കാനായിട്ട് നല്ല ഫോഴ്സിൽ തന്നെ അത് നല്ല പ്രഷർ കൊടുക്കുന്നുണ്ടത്. പൊടിയെല്ലാം വലിച്ചെടുക്കാനായിട്ട് നല്ല ഫോഴ്സിൽ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റിവ്യൂ എന്ന് പറയുന്നത്. യുറക്ക ഹോപ്സിൻ്റെ ഈ മോഡൽ നമ്മൾ അൺബോക്സ് ചെയ്തു. നമ്മളത് ഓണാക്കി ഉപയോഗിച്ച് നോക്കി. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ബസ്സെല്ലാം നല്ലപോലെ പോകുന്നുണ്ട്. നല്ല പ്രഷറിൽ നമ്മൾ പ്ലാസ്റ്റിക് കൂടെ വെച്ചിട്ടാണ് നല്ല ഫോഴ്സിൽ തന്നെ അത് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പ്രോഡക്റ്റായിട്ടാണ് തോന്നിയത്. പ്രോഡക്റ്റ് നിങ്ങൾക്കും ഉപയോഗിച്ച് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയുള്ള വീഡിയോ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.